ദേവജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോടൊന്നീച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നോട് പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭതന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. ദൈവജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോടൊന്നീച്ചെന്നും നിന്നോർമ്മ മാതേ നിന്നോട് പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭതന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. ആവേ 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 മരിയ ആവേ 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 മരിയ. ഫ്രാൻസിലെ വളരെ പ്രചാരം തേറിയ ഒരു സ്ഥലമാണ് ലൂർദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിന് ഇങ്ങനെ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ്, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഏതാണ്ട് 1950 സമയത്ത് ആന്റണി കേളംപറമ്പിൽ നിന്നും പറഞ്ഞിട്ട് ചേർത്തലയുള്ളൊരു അച്ഛനായിരുന്നു ഇവിടെ വികാരി. അപ്പോൾ അച്ഛന് ഇത് കാഷ്വലായിട്ട് ലൂർദിൽ പോയ സമയത്ത് അച്ഛന് ലൂർദ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ലൂർദ് അതുപോലെ തന്നെ ആരെ കൊണ്ട് വരപ്പിച്ചിട്ട് അതിവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഓർമ്മയാണെങ്കിൽ 50 ആ സമയത്ത് 50 ഒരു ഗ്രോട്ടോ പണിതു. ആ ഗ്രോട്ടോ ഇടിഞ്ഞു വീണു. രണ്ടാമത് ഒന്നുകൂടെ പണിതു, അതും ഇടിഞ്ഞു വീണു. കാരണം ആ നിർമ്മാണത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. പിന്നെ 52 തോന്നുന്നു വീണ്ടും നിർമ്മിച്ചു. ഇവിടുന്ന് കല്ലേണ്ട 1 കിലോമീറ്റർ അകലെ പാറ പൊട്ടിച്ചിട്ട് തലച്ചമടായിട്ട് ഇടവക്കാലാണ് കൊണ്ടുവന്നാണ് ഇത് സൃഷ്ടിച്ചത്. ഒറ്റപ്പാറയല്ല, പല പീസ് കൊണ്ടുവന്നിട്ട് അസംബിൾ ചെയ്തിട്ടാണ് ഈ ഷേപ്പാക്കിയത്. അപ്പോൾ അന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റുമായിരുന്നു. ഇത് നിറയെ ചെടികളൊക്കെ വെച്ചിട്ട് പിന്നെ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങി. ഫെബ്രുവരി 11 ലൂർദിൽ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുന്നില്ലേ. അന്ന് എനിക്കൊന്ന് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വരും. കേരളത്തിലെ മലങ്കര സഭയുടെ ആദ്യത്തെ ഗ്രോട്ടോ ആണിത്. ഇതിന് 25 വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ സുവർണ്ണ ജൂബിലിയൊക്കെ വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ഭയങ്കര വിശ്വാസികൾ അന്നത്തെ കാലത്ത് കേരളത്തിൻ്റെ പല ഭാഗത്തോടെ വന്നിരുന്നു. അന്ന് ആ ഗ്രോട്ടോ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ ഒരു വലിയ ഉത്സവമാണ്. അതിന് മതമൊന്നുമില്ല. എല്ലാ നാനാജാതി മതസ്ഥരും വന്നിരുന്നു. വളരെയധികം ആളുകൾ വന്നിരുന്നു. വിശ്വാസികളുണ്ട്. ദൂരെ നിന്നൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒത്തിരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനൊന്നും നമ്മളൊരു ബൂസ്റ്റിങ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അത്രയും വലിയ പബ്ലിസിറ്റി ആയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും റോഡിൽ കൂടെ പോകുന്നവർ അന്വേഷിച്ച് ദൂരെ നിന്നും കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ വിശ്വാസത്തിന് പുറത്ത് വഴി വെച്ച് അവർ കണ്ടുപിട്ടുന്നവർ പറയുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കുട്ടികളുണ്ടായി, പിന്നെ രോഗങ്ങൾ മാറി. അങ്ങനെ വളരെയധികം അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മാതാവിൻ്റെ എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ദൈവം കൊടുക്കുന്നുണ്ടല്ലോ. കാരണം അവൻ പറയുന്ന പോലെ ചെയ്യുമെന്ന് യേശുവിനെ പറ്റി പറഞ്ഞുകൊണ്ട് യേശുവിനെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരമ്മയാണ് പരിശുദ്ധ ദൈവമാതാവ്. ആ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്കെന്നും കോട്ടയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചുള്ള ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രകാശമാണ് ഈ ഗ്രോട്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ അന്നൊക്കെ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ചെടികളും ഒക്കെ വെച്ചിരുന്നത് ആ സമയത്തൊക്കെ നമ്മുടെ ഈ ദേവാലയത്തിലെ അനേകം ആളുകൾ അതിൻ്റെ മുകളിൽ കയറി വെള്ളമൊക്കെ കൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ പള്ളിയിലുള്ള പള്ളിക്കാരുടെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രോട്ടോ ആണിത്. കാരണം ഇതിനുവേണ്ടി അധ്വാനിക്കുന്നതോ കഷ്ടപ്പെടുന്നതോ ഒന്നും ആർക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല.
അതിനെപ്പറ്റിയൊക്കെ ഉള്ളൂ പഴയ ഒരു തലമുറയിലെ ആളുകളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അറിയാം. കാരണം ഇത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് തന്നെ ഈ ഗ്രോട്ട ഇവിടെ ഉണ്ട്. ഞാനിതിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഇതിൻ്റെ മുകളിൽ കയറി കളിക്കുകയും ഇതേ വലിഞ്ഞു കയറുകയൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ കയറാമെന്ന് ചെറുപ്പമായിട്ട് നമുക്ക് ഇതിന് മുകളിലോട്ട് വലിഞ്ഞു കയറാനൊക്കെ പറ്റും. പിന്നെ അന്ന് തൊട്ട് ഇതിനകത്തിൽ 3-4 ചെടികളുണ്ട്. അതൊരു കാലത്തും ഓണക്കാലത്തിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ പുതുക്കിപ്പെടുന്നതിന് മുമ്പ് വരെ ഒരു മുല്ലച്ചെടി, ഒരു പിച്ചിച്ചെടി, അങ്ങനെ കുറച്ച് ചെടികളുണ്ടായിരുന്നു. അത് വേനൽക്കാലത്ത് ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോൾ ചെറിയ മങ്ങൽ വന്ന സമയത്ത് വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബേബിച്ചാൻ എന്ന് പറഞ്ഞ ആൾ ഇതിൻ്റെ മുകളിലോട്ട് വലിഞ്ഞ് കയറി വെള്ളം ഒഴിക്കുമായിരുന്നു. അങ്ങനെ 2-3 പേര്, വേറെ ഒരു പീസാന, അങ്ങനെ പൈസച്ചാൻ, അങ്ങനെ 2-3 പേര് വെള്ളം ഒഴിക്കും. പക്ഷേ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. കാരണം വെള്ളം ഒഴിക്കാത്ത കാലവും ഈർപ്പം വരുന്നോ ഒന്നും നമുക്കറിയില്ല. ഒരത്ഭുതമായിട്ട് നിൽക്കുകയായിരുന്നത്. അന്നും ഇന്നും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. അന്ന് പാറയിലുണ്ടാക്കിയിരുന്ന സമയത്ത് അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു, ഒരു പുതുമയുണ്ടായിരുന്നു. കാലം എത്ര പിന്നിട്ടാൽ ഇതിൻ്റെ ഒരു പുതുമ നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഭക്തിയോടെ ചേർന്ന് ഇതിനോട് വരുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു സൗന്ദര്യം വർദ്ധിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഈ ഇവിടുത്തെ സംബന്ധിച്ചുള്ള ഒരു യങ്ങർ ജനറേഷന് ഇപ്പോഴും ഈ ഒരു ഗ്രോട്ടോയുടെ ഒരു വലിയ ബന്ധമില്ലേ? ഇല്ല, ഇതൊരു വലിയ വിശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറയാറുണ്ടായിരുന്നു, ഈ ഗ്രോട്ടോ പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ മലയാറ്റിലോ അങ്ങനെ ദൂരസ്ഥലങ്ങളിൽ ലൂർദിലൊക്കെ പോകുന്നു. അതേ അത്ഭുതം തന്നെ ഇവിടെ പലർക്കും സാക്ഷ്യപ്പെടുത്താനുണ്ട്. ആവേ 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 മരിയ ആവേ